ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 74. നമ്മളിന്ന് നോക്കുന്നത് ഉത്തരാർച്ചിതത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ഖണ്ഡമാണ്. നമുക്ക് നേരിട്ട് ഓരോന്നായിട്ട് നോക്കാം. 114 മന്ത്രമാണ്. സോമം ഉന്നത സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉന്നത സ്ഥാനമാണ് ഉള്ളത്. എന്നിട്ട് അത് ഉയർന്നിട്ട് വസതി വരി ജലത്തെയാണ് പ്രാപിക്കുന്നത്. അപ്പം ഈ സോമം ഉയർന്നു പോകും. ഇത് സോമയാഗത്തിൽ നമ്മൾ ചെടികളുടെ നീര് പിഴിഞ്ഞിട്ട് പാല് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അരിച്ചിട്ട് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് ഉയർന്ന് ഉന്നത സ്ഥാനത്തിലെത്തുമ്പോൾ അവിടെയുള്ള മേഘങ്ങളിലെ മഴയുമായിട്ടാണ് അത് കൂടിച്ചേരാൻ സഹായിക്കുന്നത്. ബലിഷ്ഠമായ മൃഗങ്ങൾ വനത്തിൽ പ്രാപിക്കുന്നത് അതുപോലെ, ബലമുള്ള മൃഗങ്ങൾ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെ കാട് പോലെയുള്ള മേഘങ്ങൾ മുകളിലുണ്ട്. മഴ പെയ്യേണ്ട മേഘങ്ങൾ, ആ മേഘങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മഴയായി പെയ്യേണ്ടത്. കൂടിച്ചേരുന്നതിന് എന്തോ തടസ്സമുണ്ട്. ഇനി സോമം അവിടെ ചെല്ലുമ്പോൾ അവ പെട്ടെന്ന് കൂടിച്ചേരും. ഇനി 115. ആ സോമം മനോഹരമായി തിളങ്ങുന്നതാണ്. തിളങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് ചാർജുള്ള കണങ്ങളാണ്. അതിങ്ങനെ മിന്നും, ശബ്ദമുണ്ടാക്കും. കാരണം അയണൈസ് ചെയ്ത സോമമാണ് അയക്കുന്നത്. അയണൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കൂടിച്ചേരുമ്പോൾ മിന്നലുണ്ടാകും. മേഘങ്ങളും അയണൈസ് ചെയ്തതാണ്. ഹൈഡ്രജൻ പോസിറ്റീവും നെഗറ്റീവ് അയോണായിട്ട് മേഘങ്ങൾ. ആ മേഘങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് വലിയ സ്പാർക്ക് ഉണ്ടായിട്ട് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അതേപോലെ ഈ സോമത്തിൽ ചാർജുള്ള കണങ്ങളുണ്ട്. ചിലപ്പം കൂടിച്ചേരുമ്പോൾ അത് മിന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തിളങ്ങുന്ന സോമം ദ്രോണ കലശത്തിൽ അവർ പിഴിയുമ്പോൾ ആ കലശത്തിൽ വീഴുമ്പോഴും തിളങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ശബ്ദിച്ചുകൊണ്ടാണ് വീഴുക. ഗോക്കളോടൊപ്പം അന്നം നൽകിക്കൊണ്ടാണ് ഇറ്റിറ്റ് വീഴുന്നത്. ഗോക്കളോടൊപ്പം എന്ന് പറഞ്ഞാൽ ഗോക്കളുടെ പശുക്കളുടെ പാലുമായിട്ട് ചേർത്തുകൊണ്ടാണ് അതിലേക്ക് ഇറ്റിറ്റ് പാത്രത്തിൽ വീഴുന്നത്. അതായത് പിടിഞ്ഞെടുത്ത സോമത്തെ ഇങ്ങനെ വിഘടിച്ചിട്ട് അയോൺ ഫോമായിട്ട് മാറ്റിയിട്ട് ഇടിച്ച് പിഴിയുമ്പോൾ വേർപെടും, അയോണുകളായി മാറും. അതിനെ സെപ്പറേറ്റ് എന്ന നിലയിൽ തന്നെ പാലുമെല്ലായിട്ട് ചേർത്ത് വേർപെടുത്തും. എന്നിട്ടാണ് പാത്രത്തിൽ വീഴുന്നത്. ഇനി 116. ഇങ്ങനെ സംസ്കരിച്ച സോമം ഇന്ദ്രന് വേണ്ടിയും മരുതന് വേണ്ടിയും മരുത്തുക്കൾക്ക് വേണ്ടിയുമാണ് അവിടെ ചെല്ലുന്നത്. ഇന്ദ്രനാണ് മേഘങ്ങളെ കൂടിച്ചേർക്കുന്ന ശക്തി. ഏത് കർമ്മത്തെ യോജിപ്പിക്കുന്ന മഴ പെയ്യാൻ മേഘങ്ങളെ യോജിപ്പിക്കുക ഇന്ദ്രനാണ്. ഇന്ദ്രനത് അവിടെ യോജിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മഴയായിട്ട് പെയ്യാതെ, മേഘമുണ്ട് പെയ്യുന്നില്ല. അപ്പോഴാണ് നമ്മളെ സോമയാഗത്തിലൂടെ നീരിനെ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ആ നീര് പോയിട്ട്, അപ്പം നീരിൻ്റെ സഹായത്താൽ ഇന്ദ്രന് അവർക്ക് പെട്ടെന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ട് വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ്, ആറ്റത്തിലെ ഓർബിറ്റുകളാണ്. ഓർബിറ്റിലൂടെയാണ് മാറ്റപ്പെടുമ്പോൾ, ഇലക്ട്രോൺ മാറ്റുമ്പോഴാണ് ചാർജുകളായിട്ട് മാറുന്നത്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. മരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ മേഘത്തെ മഴ കൂടിച്ചേരാൻ പ്രേരിപ്പിക്കുന്ന സംഗതികൾക്കാണ് മരുത്തുക്കൾ എന്ന് പറയുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് 49 മരുത്തുക്കൾ കൂടിയാണ്. അവയുടെ ചലനത്തിനനുസരിച്ചാണ് മേഘങ്ങൾ കൂടിച്ചേരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സോമം അവിടെ പോകുന്നത്, പെട്ടെന്ന് മഴയായിട്ട് പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി 117 പറയുകയാണ്, ദേവകൾക്ക് പാനം ചെയ്യാനുള്ള സോമം. എവിടെയാണ് ദേവകൾ പാനം ചെയ്യുക? മുകളിൽ ഇന്ദ്രനെല്ലാം പാനം ചെയ്യുക. നമ്മൾ ഈ പറയുന്ന സോമം അവിടെ എത്തുമ്പോൾ ഇന്ദ്രൻ അത് കുടിച്ചിട്ട് ശക്തിയായിട്ട് ആ ശക്തിയിൽ മേഘങ്ങളെ യോജിപ്പിക്കും. അപ്പോൾ അവർക്കെല്ലാം കുടിക്കാനുള്ള സോമം ജലമായിട്ടും സിന്ധു നദിയിലെ ജലമെല്ലായിട്ട് ചേർന്നിട്ട് സമ്പൂർണ്ണമാക്കുന്നു. ജലമെല്ലാം ചേർന്നിട്ടാണ് പിഴിയുന്നത്. എന്നിട്ട് ആഹ്ലാദമുയർത്തുന്ന വസ്തുവിനൊപ്പം ഹേ സോമ,
ആഹ്ലാദമുയർത്തുക എന്ന് പറഞ്ഞാൽ അത്രയും ശുദ്ധമായിട്ട് പരിശുദ്ധമായിട്ട് ആക്റ്റീവായിട്ടുള്ള സോമം അവിടെ വെച്ചിട്ട് ഇടിച്ചു പിഴിയുന്നു, ശുദ്ധമാക്കുന്നു, അരിക്കുന്നു, വെള്ളവുമായിട്ട് ചേർക്കുന്നു, പാലുമായിട്ട് ചേർക്കുന്നു, അങ്ങനെ പലതുമായിട്ട് ചേർക്കുമ്പോൾ ആഹ്ലാദമുയർത്തുന്ന ആ സോമം മധുരം പൊഴിച്ചുകൊണ്ട് കലശത്തിൽ വന്ന് വീണുകൊണ്ടേയിരിക്കുന്നത്. അത് പിഴിയുന്ന സമയത്തുള്ള കാര്യം പറയുകയാണ്. ഇനി 118. ആഗ്രഹിക്കാൻ യോഗ്യമായതാണ്. ഈ സോമം നമുക്ക് ആഗ്രഹിക്കാൻ യോഗ്യമായതാണ്. കാരണം ആ സോമം നമുക്ക് കിട്ടണം. കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സോമയാഗത്തിലൂടെ മഴ പെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആഗ്രഹിക്കാൻ യോഗ്യമായതും പുത്രനെ പോലെയാണ്. നമുക്ക് അത്രയും പവിത്രമായ സാധനമാണ് മഴ പെയ്യിക്കുക എന്ന് പറഞ്ഞാൽ. അക്കാലത്ത് ഇന്നും കൃത്രിമ മഴ പെയ്യിപ്പിക്കണ്ടിക്കലതിന് വലിയ പ്രാധാന്യമുണ്ട്. ചുട്ട് പൊള്ളുന്ന വെയിൽ, ആകാശത്ത് മേഘമുണ്ടാവും, പക്ഷെ മഴ പെയ്യില്ല. ഇപ്പം നമ്മൾ വിചാരിക്കില്ല എങ്ങനെയൊന്നും മഴ പെയ്ത. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത് നടത്തിയിട്ട് മഴ പെയ്യിപ്പിക്കുകയാണെങ്കിൽ വളരെ സുഖമുള്ള കാര്യം തന്നെയാണ്. പുത്രനെ പോലെ ശുഭ്ര നിറത്തിലുള്ള സോമം, അത്രയും സംസ്കരിച്ചെടുത്ത സോമം എങ്ങും നിറയുകയാണ്. ആദ്യം പാത്രത്തിൽ നിറയും, പിന്നെ അഗ്നികുണ്ഡത്തിൽ നിറയും, പിന്നെ അത് മുകളിൽ ആകാശത്തിൽ എല്ലായിടവും വ്യാപിക്കുമ്പോഴാണ് മേഘങ്ങൾ അയനൈസ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കൂടിച്ചേരും. അത് കൈകൾ കൊണ്ടാണ് പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ജലവുമായിട്ട് ചേർത്തിട്ട് കൈ കൊണ്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് കൈകൾ കൊണ്ടാണ് പ്രേരിപ്പിക്കുന്നത്. അതിനെ ഇടിച്ച് ജലവുമായിട്ട് ചേർന്നിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി 119. അങ്ങനെ സന്തോഷമുണ്ടാക്കുന്ന സോമം. സോമത്തെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. ഹവിസ് അർപ്പിക്കുന്ന ഞങ്ങൾ, എന്നിട്ട് ഹവിസ് അർപ്പിക്കുക. ഈ സോമം ഉപയോഗിച്ചിട്ടാണ് ഹവിസ് അർപ്പിക്കുന്നത്. ആർക്ക്? ദേവതകൾക്കായിട്ട്. ആദ്യം അഗ്നിയിൽ അർപ്പിക്കും, പിന്നെ അഗ്നിയിൽ നിന്ന് അത് നേരെ അത് ഇന്ദ്രനിലേക്ക് എത്തും. അത് നമ്മളുടെ അന്നവും യശസ്സും വർദ്ധിപ്പിക്കും. നമുക്ക് അന്നം നൽകുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്? മഴ പെയ്തു കഴിഞ്ഞാൽ ചെടികളെല്ലാം നല്ലോണം വളരും, അന്നമുണ്ടാകും, യശസ്സും വർദ്ധിക്കും. ഇങ്ങനെ കൃത്രിമ മഴ പെയ്യുമ്പോൾ നമ്മളെ പ്രസിദ്ധി വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇനി 120. ഈ സോമത്തിൻ്റെ വിശേഷങ്ങൾ കൊണ്ടാണ് സ്തോതാക്കളുടെ, ഇത് യജ്ഞം ചെയ്യുന്നവരുടെ ബുദ്ധി അതിനെ വശത്തിലാക്കുന്നത്. അപ്പം യജ്ഞം ചെയ്യുന്നവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സോമത്തെ പിഴിഞ്ഞിട്ട് മഴ പെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ആരുടെ ബുദ്ധിയാണ്? യജ്ഞം ചെയ്യുന്നവരുടെ വേദ ഋഷികൾ, ഇത് പറഞ്ഞു തന്ന ഋഷികളുടെ ബുദ്ധിയാണ്. അവർ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ സോമലതയെല്ലാം ഉപയോഗിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ പറ്റും, കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിക്കാൻ പറ്റും എന്നല്ല അവർ കണ്ടെത്തി. അതപ്പോൾ അവരുടെ ബുദ്ധി തന്നെയാണ്. അതിലൂടെയാണ് എന്തുണ്ടാക്കുന്നത്? ഇതിൻ്റെ കഴിവെല്ലാം, സോമത്തിൻ്റെ കഴിവെല്ലാം വർദ്ധിപ്പിക്കുന്നത്. ഇതേ സോമം തന്നെയാണ് പിന്നീട് കുതിരകൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ബലം ഉപയോഗിച്ച്, കുതിര എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ, ബലം ഉപയോഗിച്ച് പശുവിൻ്റെ പാലും എല്ലാം ചേർത്തിട്ട് നല്ല മാർദ്ദവമുള്ളതാക്കി തീർക്കുന്നത്. ബലം പ്രയോഗിച്ച്, കുതിരശക്തി ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിന് നല്ല മാർദ്ദവമുള്ള സോമമായിട്ട് അയനൈസ്ഡ് ചെയ്ത ഫോമിലേക്ക് മാറ്റിയെടുക്കും. ഇനി 121. പച്ച നിറത്തിലുള്ള ശക്തി തികഞ്ഞ സോമം ഇന്ദ്രന് പാനം ചെയ്തതിന് വേണ്ടി ധൃതഋഷിയുടെ വിരലുകൾ പാറക്കല്ലുകൾ കൊണ്ട് ചലിപ്പിച്ചിട്ട് ഇടിച്ച് പിഴിയുന്നു. ആ കാലത്ത് ഋഷികൾ, ധൃത ഋഷി എന്ന് പറയുകയാണ്, ആ ഋഷി ഈ സോമത്തെ പച്ച നിറത്തിലുള്ള ചെടിയിലുള്ള നീരിനെ ഇടിച്ച് പിഴിഞ്ഞിട്ട് ആർക്ക് വേണ്ടിയിട്ട്? ഇന്ദ്രന് പാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഈ സോമത്തെ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് സംസ്കരിച്ച് എടുക്കുന്നു. ഇനി 122. ദേവന്മാരെ ആഗ്രഹിക്കുന്ന ഈ സോമം
ഈ സോമം ദേവന്മാരെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ സോമം അഗ്നിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് മുകളിൽ പോയിട്ട് ഏത് ദേവന്റെ അടുത്തേക്ക് ആരാണ് കുടിക്കുന്നത്? ഇന്ദ്രൻ. അതുകൊണ്ടല്ലേ ഈ സോമമല്ലേ അത് മുകളിൽ പോകുന്നത്. അപ്പം ദേവന്മാരെ ആഗ്രഹിക്കുന്നുണ്ട്. ദേവന്മാരെ ആഗ്രഹിക്കുന്ന ഈ സോമം എന്ത് ചെയ്യുന്നു? പാത്രത്തിൽ ഇട്ടിട്ട് വീഴുന്നു. അപ്പം ഇലയിലുള്ള ചെടീൻ്റെ തണ്ടിലുള്ള നീരിറ്റിട്ട് പാത്രത്തിൽ ഇടിച്ച് വീഴുമ്പോൾ പാത്രത്തിൽ വീഴുന്നത് എങ്ങനെയെങ്കിലും അങ്ങ് ഇന്ദ്രന് കുടിക്കാൻ വേണ്ടി ചെല്ലണം എന്നുള്ള അതിൻ്റെ ആഗ്രഹത്താലാണ് എന്ന് പറയുകയാണ്. കൂടാതെ ശബ്ദമുയർത്തിക്കൊണ്ട് പാത്രത്തിൽ വീഴുന്നു. ശബ്ദമുയർത്തിക്കൊണ്ട്, അതായത് ഇടിച്ച് വീഴുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അത് അയനൈസ്ഡ് ഫോമിലാണ്. അപ്പം ചിലത് കൂടിച്ചേരും. അപ്പോൾ ആ കൂടിച്ചേരുമ്പോൾ ശബ്ദമുണ്ടാകും. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് കൂടിച്ചേരുമ്പോൾ ശബ്ദമുണ്ടാകും. അപ്പം ഈ പാത്രം ഇടിച്ച് പിഴിഞ്ഞിട്ട് ശേഖരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും എല്ലാം കേൾക്കും. അതുകൊണ്ടാണ് ശബ്ദമുയർത്തിക്കൊണ്ട് പാത്രത്തിൽ ഇറ്റിറ്റ് വീഴുന്നത്. പിന്നെ അത് മദം കൊണ്ട രൂപത്തിലായി മാറുന്നു. അതായത് ചാർജ് അയനൈസ് ചെയ്ത് ഫോം. ഈ മദ്യം എന്നെല്ലാം പറയുന്നത് ആൽക്കഹോളാണ്, OH ഗ്രൂപ്പാണ്, നെഗറ്റീവ് ഗ്രൂപ്പാണ് OH ഗ്രൂപ്പ്. അതുകൊണ്ടാണ് അത് മദ്യം എന്നെല്ലാം പറയുന്നത്. തലക്ക് പിടിക്കുന്ന കാര്യത്തിൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. അപ്പം അയനൈസ്ഡ് ഫോമിലേക്കാവുമ്പോൾ അതിലുള്ള ചാർജുള്ള നിലയിലേക്ക് വരുമ്പോൾ അത് മതം പിടിപ്പിക്കുന്ന തരത്തിലായിട്ട് മാറ്റും. ഇനി 123, അത് നമ്മുടെ അഭിലാഷങ്ങളെയെല്ലാം പൂർത്തീകരിച്ചു തരും. ഇത് ഈ പച്ചനിറത്തിലുള്ള സോമം. എന്നിട്ട് സ്തോതാക്കൾക്ക് അതിനെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സംസ്കരിച്ചെടുക്കുന്ന സ്തോതാക്കൾക്ക് അനുഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി ഇറ്റിറ്റ് വീഴുന്നു. അപ്പോൾ അധ്വാനിച്ച് അവർ ഇലകളെല്ലാം ഈ ചെടികളുടെ തണ്ടെല്ലാം പിടിച്ച് പിഴിഞ്ഞ് സംസ്കരിച്ചെടുക്കുമ്പോൾ പാത്രത്തിൽ ഇറ്റിറ്റ് വീഴുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഈ നമുക്ക് അനുഗ്രഹം ചൊരിയാൻ വേണ്ടി. നമ്മളെന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്നവർക്ക് അനുഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റിറ്റ് വീഴുന്നു. ഇനി 124, ഒരിക്കലും സോമത്തിൻ്റെ ശക്തി കുറഞ്ഞതുകൊണ്ട് കർമ്മങ്ങൾ വിഘ്നം ഉണ്ടാകരുത്. സോമം ശരിക്കും സംസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നവർ മഴ പെയ്തൊന്നും വരില്ല. സംസ്കരിക്കേണ്ട പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അയനൈസ്ഡ് ചെയ്ത ഫോമിൽ വേർപെടുത്തി നിർത്തണം. കൂടിച്ചേർന്നു പോയാൽ പിന്നെ അതിന് മഴ പെയ്പ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് അതിൻ്റെ ശക്തി ഒരിക്കലും കുറഞ്ഞു പോകരുത്. അങ്ങനെ കേൾക്കാനും ഇടവരരുത്. അതായത് അയ്യോ മഴ പെയ്തില്ലല്ലോ, അതിൻ്റെ ശക്തിയെല്ലാം നശിച്ചു പോയി, ഇങ്ങനെ പാടുപെട്ട് ഇടിച്ച് പിഴിഞ്ഞ് അഗ്നിയിൽ ഹോമിച്ചിട്ട് അങ്ങ് ആകാശത്തിലെത്തിയിട്ട് മഴ പെയ്തില്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും? ഓ എന്തോന്നാണ് കാട്ടിക്കൂട്ടത്തെ എത്ര ദിവസത്തെ പരിപാടിയാണ് എന്നെല്ലാം തോന്നും. അങ്ങനെ കേൾക്കാനും ഇടവരരുത്. അതുകൊണ്ട് നീ പട്ടിയെ ദൂരേക്ക് പായിച്ചാലും തന്നെ, പട്ടി എന്ന് പറഞ്ഞാൽ നീചമായ എല്ലാ പ്രവർത്തികളും ദൂരേക്ക് പായിക്കണം. ശുദ്ധമായ നിലയിൽ നമ്മൾ സംസ്കരിക്കണം. പട്ടീനെ നീചമായിട്ടല്ല നമ്മൾ കാണുന്നത്. പട്ടീനെല്ലാം ഓടിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുന്ന സ്ഥലം അത്രയും ശുദ്ധമായ നിലയിൽ അതിനെ സംസ്കരിച്ച് നല്ലത്. മുമ്പ് യജ്ഞത്തെ നടത്തിയിരുന്ന ഭൃഗുക്കൾ മുൻപ് പട്ടികളെയെല്ലാം ഓടിച്ചതുപോലെ, അതായത് യജ്ഞശാല അത്രയും ശുദ്ധമാക്കിയിരിക്കണം. മറ്റുള്ള നികൃഷ്ട ജീവികളൊന്നും അടുത്തൊന്നും പാടില്ല. അത്രയും ശുദ്ധമായ നിലയിൽ വേണം യജ്ഞശാലയിൽ ഇതിനെ സംസ്കരിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ പാടുപെട്ടിട്ട് അവസാനം സോമയാഗമെല്ലാം നടത്തിയിട്ട് മഴ പെയ്യാതെ വരും. ഇനി അടുത്തതിൽ കാണാം.